ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമെറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. മറ്റ് വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് STD4 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. നോക്കൂ, പ്രവർത്തനം 1, വായിക്കാം എഴുതാം. നമുക്കവിടെ ഒരു ചെറിയൊരു കഥ തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ചോദ്യം, മഞ്ഞക്കാടൻ മല. മഞ്ഞക്കാടൻ മല കയറാനുള്ള ഏറെ നാളത്തെ ആഗ്രഹമാണ് ഇന്ന് പൂവണിയാൻ പോകുന്നത്. കൃത്യം 8 മണിക്ക് തന്നെ 25 കുട്ടികളും 2 അധ്യാപകരും 4 രക്ഷിതാക്കളുമുള്ള സംഘം സ്കൂൾ ബസ്സിൽ മഞ്ഞക്കാടൻ മല ലക്ഷ്യമാക്കി പുറപ്പെട്ടു. വെള്ളവും പലഹാരവുമുള്ള സഞ്ചി കയ്യിലെടുത്തോളൂ. അബ്ദുമാഷയുടെ നിർദ്ദേശം കേട്ടപ്പോഴാണ് മഞ്ഞക്കാടൻ മലയുടെ അടിവാരത്തെത്തിയതായി ആതിരയ്ക്ക് മനസ്സിലായത്. ശ്രദ്ധിച്ചു കയറണം, സൗമ്യ ടീച്ചറുടെ നിർദ്ദേശം. ഇരുപുറവും ഇടതിങ്ങിയ കുറ്റിക്കാടുകൾക്കു നടുവിലൂടെ ഉറുമ്പിൻ കൂട്ടം പോകുന്നത് പോലെ താളത്തിലുള്ള യാത്ര. ഏറ്റവും മുന്നിൽ PTA പ്രസിഡന്റ് അജേഷ്, ഏറ്റവും പിറകിൽ ലിസി ടീച്ചർ. കാരമുള്ള കുത്തി മുറിവായിട്ട് കൂടി ആരും പരാതിപ്പെടുന്നത് കണ്ടില്ല. വിശാലമായ മൈതാനം പോലുള്ള മുകൾ ഭാഗത്ത് കുട ചൂടി നിൽക്കുന്ന ഇല്ലിക്കൂട്ടം. അതിൻ്റെ തണലിലിരുന്ന് ക്ഷീണമകറ്റി വീണ്ടും കയറ്റം ആരംഭിച്ചു. ഞങ്ങളെ കണ്ട് പന്ത് പോലെ തെന്നി തെറിച്ചു പോകുന്ന കാട്ടുപന്നിക്കൂട്ടം അല്പം ഭയം സൃഷ്ടിച്ചു. മയിലിൻ്റെയും കുയിലിൻ്റെയും കളനാദം യാത്രയ്ക്ക് സംഗീതം പകർന്നു. ഒടുവിൽ മഞ്ഞക്കാടൻ മലയുടെ നെറുകയിലെത്തി. സ്വപ്നം പൂവണിഞ്ഞതിലുള്ള സന്തോഷം എല്ലാവരുടെയും മുഖത്ത് പ്രകടമായിരുന്നു. ഇളം കാറ്റ് ആശ്വസിപ്പിക്കാൻ ഓടിയെത്തി. കിഴക്കൻ ചക്രവാളത്തെ ചുംബിച്ചു നിൽക്കുന്ന പശ്ചിമഘട്ടത്തെ ഞങ്ങൾ കൺകുളിർക്കെ കണ്ടു. പൊന്നണിഞ്ഞ നെൽപ്പാടങ്ങൾ, പച്ചവിരിച്ച കുന്നിൻ പുറങ്ങൾ, വെള്ളിയരഞ്ഞാണം പോലെ വെട്ടിത്തിളങ്ങുന്ന ഭാരതപ്പുഴ, കറുത്ത നൂലുപോലെ നീണ്ടുപോകുന്ന ദേശീയപാത, പഞ്ഞിക്കെട്ടുപോലെ ഒഴുകി നടക്കുന്ന വെൺമേഘങ്ങൾ, സന്തോഷത്തോടെ തത്തിക്കളിക്കുന്ന തുമ്പിക്കൂട്ടം. സൂര്യൻ പോലും ചൂട് കുറച്ച് ഞങ്ങളുടെ യാത്രയ്ക്ക് സ്വാഗതമോതി. കാഴ്ചയുടെ മതിവരാത്ത സൗന്ദര്യം നുകർന്ന് പതുക്കെ മലയിറങ്ങുമ്പോൾ വീണ്ടും വരാമെന്ന് മനസ്സിനെ സമാധാനിപ്പിച്ചു കൊണ്ടിരുന്നു. യാത്രാവിവരണം വായിച്ചല്ലോ. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതൂ. അപ്പം എന്താ പറയുന്നത്? നമ്മളൊരു വായിച്ചത് യാത്രാവിവരണമാണ്. കുട്ടികൾ ടൂറ് പോകുന്നതിനെ കുറിച്ചൊരു വിവരണം അല്ലേ. ഇനി നോക്കൂ, അതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? ആതിരയുടെ ഏതാഗ്രഹമാണ് പൂവണിയാൻ പോകുന്നത്? ഓപ്ഷൻസ് ഉണ്ട്. A, പശ്ചിമഘട്ടം കയറാനുള്ളത്. B, പഠനയാത്ര പോകാനുള്ളത്. C, വാട്ടർ തീം പാർക്കിൽ പോകാനുള്ളത്. D, മഞ്ഞക്കാടൻ മല കയറാനുള്ളത്. ഏതായിരുന്നു മക്കളെ? D ആണല്ലേ, മഞ്ഞക്കാടൻ മല കയറാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ, മല കയറുമ്പോൾ യാത്രാ സംഘത്തിൻ്റെ ഏറ്റവും മുന്നിലുള്ളത് ആരായിരുന്നു? ഓപ്ഷൻ A, PTA പ്രസിഡന്റ് അജേഷ്. B, സൗമ്യ ടീച്ചർ. C, പഞ്ചായത്ത് പ്രസിഡന്റ്. D, അബ്ദുമാഷ്. ആരായിരുന്നു മക്കളെ മുമ്പിലുണ്ടായിരുന്നത്? PTA പ്രസിഡന്റ് അജേഷ് ആണ്. മൂന്നാമത്തെ ചോദ്യം നോക്കൂ, മലക്കയറ്റത്തിനിടയിൽ അല്പം ഭയം സൃഷ്ടിച്ച സംഭവം ഏത്? A, കാരമുള്ള കാലിൽ കുത്തിയത്. B, കാട്ടുപന്നിക്കൂട്ടം പന്ത് പോലെ തെന്നി തെറിച്ചു പോയത്. C, മല കയറുമ്പോൾ തെന്നി വീണത്. D, മുളങ്കൂട്ടത്തിൻ്റെ തണലിടുന്നപ്പോൾ മുള്ളുകൊണ്ടത്. ഏതായിരുന്നു? B ആണ്, കാട്ടുപന്നിക്കൂട്ടം പന്ത് പോലെ തെന്നി തെറിച്ചു പോയതായിരുന്നു അല്ലേ. ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ, ഭാരതപ്പുഴ ദൂരെ നിന്ന് കണ്ടപ്പോൾ കുട്ടിക്ക് തോന്നിയത് എന്ത്? A, പഞ്ഞിക്കെട്ട് പോലെ ഒഴുകി നടക്കുന്നത്. B, തിരമാലകൾ പോലെ അടുക്കടുക്കായി പോകുന്നത്. C, ഭൂമിക്ക് കുറുകെ കറുത്ത നൂല് പോലെ പോകുന്നത്. D, വെള്ളിയരഞ്ഞാണം പോലെ വെട്ടിത്തിളങ്ങുന്നത്. എങ്ങനെയായിരുന്നു മക്കളെ? D ആണല്ലേ, വെള്ളിയരഞ്ഞാണം പോലെ വെട്ടിത്തിളങ്ങുന്ന ഭാരതപ്പുഴ എന്നാണ് പറയുന്നത്. ഇനി അവസാനത്തെ ചോദ്യം നോക്കൂ, കുട്ടികളുടെ യാത്രയ്ക്ക് പ്രകൃതി പോലും സഹായകമായി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെ? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? A, മഴ പെയ്യാതിരുന്നത് കൊണ്ട്. B, ഇളം കാറ്റ് ആശ്വസിപ്പിക്കാൻ ഓടിയെത്തിയത് കൊണ്ട്. C, ഇളം കാറ്റ് ആശ്വസിപ്പിക്കാൻ ഓടിയെത്തിയതും സൂര്യൻ പോലും ചൂട് കുറച്ചതും കൊണ്ട്. D, സൂര്യൻ ചൂട് കുറച്ചത് കൊണ്ട്. ഏതൊക്കെയായിരുന്നു മക്കളെ? ഓപ്ഷൻ C ആണല്ലേ, ഇളം കാറ്റ് ആശ്വസിപ്പിക്കാൻ ഓടിയെത്തിയതും സൂര്യൻ പോലും ചൂട് കുറച്ചതും കൊണ്ട് അല്ലേ. രണ്ടും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പ്രകൃതി പോലും സഹായകമായി എന്ന് മനസ്സിലാക്കിയത്. അടുത്ത പ്രവർത്തനം നോക്കൂ, പ്രവർത്തനം 2. മനുഷ്യരുടെ ജാതി മനുഷ്യത്വമാണ് എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വിശ്വപ്രസിദ്ധമായ സന്ദേശം ഒറ്റപ്പൂങ്കാവിൽ എന്ന കവിതയുമായി ചേർത്ത് വിലയിരുത്തുക.
സൂചനകൾ മനുഷ്യത്വത്തിൻ്റെ ഏകത്വം, വൈവിധ്യങ്ങളിലെ ഏകത്വം, സാഹോദര്യം, കവിതയിലെ പ്രതീകങ്ങൾ എന്നിവ വിശകലനം ചെയ്യുക. ഇവിടെ എങ്ങനെയാണ് മക്കളെ എഴുതാം? പൊതുവായിട്ടുള്ള കാര്യങ്ങളും എഴുതണം, ഒപ്പം നമ്മുടെ ഒറ്റ പൂങ്കാവിൽ എന്ന പാഠഭാഗത്തിലെ ചില വാക്യങ്ങളും വരികളും ഒക്കെ എടുത്ത് എഴുതണം കേട്ടോ. ഇപ്പം മക്കൾക്ക് എല്ലാവർക്കും കവിത ഓർമ്മയുണ്ടല്ലോ. എന്തായിരുന്നു അതിൽ പറയുന്നത്? ഒരു പൂന്തോട്ടത്തിൽ ഒരുപാട് പൂക്കളുണ്ട്, എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ള നിറമാണ്, മണമാണ്, അല്ലേ? തേനിൻ്റെ രുചിയിൽ വരെ വ്യത്യസ്തത ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ ലോകത്തുള്ള മനുഷ്യരും. ജാതിയിൽ, മതത്തിൽ, നിറത്തിൽ, എല്ലാത്തരം കാര്യങ്ങളിലും വ്യത്യസ്തരായിട്ടുള്ളതാണ് ഓരോ മനുഷ്യരും, അല്ലേ? ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നമുക്കൊന്ന് എഴുതി നോക്കാം കേട്ടോ. മനുഷ്യർക്കിടയിലെ ജാതി മതമതിലുകൾ തകർത്ത് മനുഷ്യത്വം എന്ന വികാരത്തിന് പ്രാധാന്യം നൽകിയ മഹാനായ ദാർശനികനായിരുന്നു ശ്രീനാരായണ ഗുരു. മനുഷ്യരുടെ ജാതി മനുഷ്യത്വമാണ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം വിശ്വമാനവികതയുടെ അടയാളമാണ്. ഇതേ ആശയത്തെ പ്രകൃതിയിലെ ദൃശ്യങ്ങളുമായി കോർത്തിണക്കി അവതരിപ്പിക്കുന്ന മനോഹരമായ കവിതയാണ് ഒറ്റപ്പൂങ്കാവിൽ. ഒരു പൂങ്കാവിൽ പല നിറത്തിലുള്ള പല ഗന്ധമുള്ള പൂക്കളുണ്ടാകാം. എന്നാൽ അവയെല്ലാം വിരിയുന്നത് ഒരേ മണ്ണിലാണ്, നനയുന്നത് ഒരേ മഴയിലാണ്. അതുപോലെ മനുഷ്യർ പല ജാതിയിലോ മതത്തിലോ ജനിച്ചവരാകാം. എന്നാൽ എല്ലാവരിലുമുള്ള ജീവചൈതന്യം ഒന്നാണെന്ന് കവിത സമർത്ഥിക്കുന്നു. പൂക്കൾ തമ്മിൽ കലഹിക്കുന്നില്ല, പകരം അവ ഒത്തൊരുമിച്ച് ആ പൂന്തോട്ടത്തിന് ഭംഗി നൽകുന്നു. മനുഷ്യരും ഈ പ്രകൃതി സത്യം മനസ്സിലാക്കണമെന്നാണ് കവിതയുടെ ഉള്ളടക്കം. ഒരേ വായു ശ്വസിക്കുകയും ഒരേ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്കിടയിൽ വേർതിരിവുകൾക്ക് സ്ഥാനമില്ല. മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ്. ഒറ്റപ്പൂങ്കാവിൽ എന്ന കവിതയിൽ ലോകത്തെ ഒരു വലിയ പൂന്തോട്ടമായും മനുഷ്യരെ അവിടുത്തെ വ്യത്യസ്ത പുഷ്പങ്ങളായും കവി ചിത്രീകരിക്കുന്നു. വൈവിധ്യങ്ങൾ സൗന്ദര്യമാണെന്നും അവ വേർതിരിവിനുള്ള കാരണമാകരുത് എന്നും കവി ഓർമ്മിപ്പിക്കുന്നു. നമ്മളിലെ മനുഷ്യത്വം തിരിച്ചറിയുമ്പോഴാണ് ലോകം സമാധാനപൂർണമായ ഒരു പൂങ്കാവായി മാറുന്നത്. വർണ്ണങ്ങളല്ല, സ്നേഹമാണ് പ്രധാനം എന്ന വലിയ സത്യമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനവും ഒറ്റപ്പൂങ്കാവിൽ എന്ന കവിതയും നമുക്ക് നൽകുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാം കൂടി വെച്ച് നമ്മളൊരു ചെറിയ വിശകലനക്കുറിപ്പ് തയ്യാറാക്കാം കേട്ടോ. മക്കൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും, ഒരുമയെക്കുറിച്ച്, ഐക്യത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എഴുതാം. ഇനി പ്രവർത്തനം 3 നോക്കൂ. പോസ്റ്റർ തയ്യാറാക്കാം. ആഘോഷങ്ങളുടെ ഭാഗമായി നാം പലപ്പോഴും ധാരാളം ഭക്ഷ്യവിഭവങ്ങൾ പാഴാക്കി കളയുന്നു. എന്നാൽ ലോകത്തിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാതെ പട്ടിണി കിടക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. ഭക്ഷണ സാധനങ്ങൾ പാഴാക്കുന്നതിനെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കൂ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? ഒരു പോസ്റ്റർ തയ്യാറാക്കണം. എന്തിനെക്കുറിച്ചാണ്? ഭക്ഷണ സാധനങ്ങൾ പാഴാക്കുന്നതിനെ കുറിച്ച്. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു കോളൊക്കെ വരച്ച് ചിത്രങ്ങൾ വേണമെങ്കിൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്താം. പിന്നെ നല്ലൊരു വാക്യങ്ങളും എഴുതണം, അല്ലേ? അപ്പം നമുക്ക് എന്തായാലും തയ്യാറാക്കി നോക്കാം. നോക്കൂ, ഇവിടെ ടീച്ചർ ചെറിയൊരു മോഡൽ തന്നിട്ടുണ്ട് കേട്ടോ. പിക്ചറൊക്കെ വരച്ച് ഇവിടെ നോക്കൂ, ഭക്ഷണം അമൃതമാണ്, അത് പാഴാക്കരുത് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ താഴെ നിങ്ങൾ പാഴാക്കുന്ന ഓരോ തരി ഭക്ഷണവും മറ്റൊരാളുടെ വിശപ്പാണ് എന്നും എഴുതിയിട്ടുണ്ട്. മക്കൾക്ക് കഴിയാവുന്ന രീതിയിൽ ചിത്രങ്ങളൊക്കെ വരച്ച് പോസ്റ്ററിൻ്റെ വാക്യങ്ങളൊക്കെ എഴുതി റെഡിയാക്കണം കേട്ടോ. ഇതുപോലുള്ള ചില വരികൾ കൂടി ടീച്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ആഘോഷങ്ങൾ സന്തോഷത്തിനാകട്ടെ, ഭക്ഷണം കളയാനുള്ളതാകരുത്. വിശക്കുന്നവൻ്റെ വേദന അറിയുക, പാത്രത്തിൽ ബാക്കി വയ്ക്കാതിരിക്കുക. മിതമായി വിളമ്പാം, പാഴാക്കാതെ കഴിക്കാം. വിശപ്പകറ്റുന്നവൻ ദൈവത്തിന് സമം. അപ്പം ഇതുപോലൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മക്കൾക്ക് ഇത്തരത്തിലുള്ള വാക്യങ്ങളൊക്കെ അതിൽ എഴുതാം, ചിത്രങ്ങളൊക്കെ വരയ്ക്കാം. ഓക്കെ. പ്രവർത്തനം 4 നോക്കൂ. ഗാന്ധിവധം ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവ് വ്യക്തമാക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗാന്ധി തൊടൽമാല എന്ന് പറഞ്ഞ കവിത, അല്ലേ? അതുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതാനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഗാന്ധിയെ കൊല്ലൽ ഇന്ത്യയെ കൊല്ലലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. നമുക്കൊന്ന് എഴുതി നോക്കാം. ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വധം കേവലം ഒരു വ്യക്തിയുടെ അന്ത്യമായിരുന്നില്ല, മറിച്ച് സമാധാനത്തിൻ്റെയും അഹിംസയുടെയും ആധുനിക ലോകത്തിലെ തന്നെ വലിയൊരു പ്രതീകത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമായിരുന്നു. ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച ഉന്നതമായ മൂല്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ആശയത്തിനും നേരെയുള്ള ആക്രമണമായിരുന്നു അത്. ഗാന്ധി തുടൽമാല എന്ന കവിത ഗാന്ധിജി വൈക്കത്ത് എത്തുന്നതും ഒരു കുട്ടി അദ്ദേഹത്തെ സ്പർശിക്കുമ്പോൾ അനുഭവിക്കുന്ന ആഹ്ലാദവും വിവരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഗാന്ധി വന്നുമ്മ, നാട്ടിൽ കാന്തി വന്നുമ്മ എന്ന വരികളിൽ ഗാന്ധിജി ഇന്ത്യയിൽ കൊണ്ടുവന്ന വെളിച്ചവും ശാന്തിയും വ്യക്തമാണ്. എന്നാൽ കവിതയുടെ അവസാന ഭാഗത്ത് ഗാന്ധിജിയുടെ വധത്തെ കവി വളരെ വേദനാജനകമായി വിവരിക്കുന്നു. ഗാന്ധിയെ കൊല്ലൽ ഇന്ത്യയെ കൊല്ലലാണ് എന്നാണ് കവി പറഞ്ഞത്. ഗാന്ധിജി വിശ്വസിച്ചിരുന്നത് സത്യത്തിലും അഹിംസയിലുമാണ്. അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നപ്പോൾ വാസ്തവത്തിൽ ഇന്ത്യയുടെ ഈ അടിസ്ഥാന ശിലകളെയാണ് തകർക്കാൻ ശ്രമിച്ചത്.
പിന്നെ വീണുപോയി ഇന്ത്യ എന്ന കവിവചനം ഗാന്ധിവധം ഇന്ത്യയുടെ പരാജയമായാണ് അടയാളപ്പെടുത്തുന്നത്. എങ്കിലും ഗാന്ധിജി കൊളുത്തിയ സത്യത്തിന്റെ വെളിച്ചം ഇന്നും ഓരോ ഇന്ത്യക്കാരനിലും ജ്വലിച്ചു നിൽക്കുന്നു. ഗാന്ധിജിയെ കൊല്ലാം, എന്നാൽ ഗാന്ധിസത്തെ കൊല്ലാൻ കഴിയില്ല എന്ന വലിയ സത്യം ലോകം ഇന്നും തിരിച്ചറിയുന്നു. ചെറിയൊരു കുറിപ്പാണ് നമ്മൾ വായിച്ചത്. ഗാന്ധിയെ കൊല്ലൽ ഇന്ത്യയെ കൊല്ലലാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആത്മാവിനെ ഇല്ലാതാക്കലാണ് എന്ന് അറിയിച്ചു കൊണ്ടുള്ളൊരു കുറിപ്പ്. ഓക്കെ, ഇനി അവസാനത്തെ പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 5. സ്നേഹവും സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ട മനുഷ്യരും ജീവികളും നമുക്കിടയിലുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും പാഠഭാഗവും ചേർത്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? നമ്മൾ കുഞ്ഞുണ്ണിയുടെ മീൻ കുഞ്ഞുങ്ങൾ എന്നുള്ള കഥ പഠിച്ചിട്ടുണ്ടല്ലേ? കുഞ്ഞുണ്ണിയും അനസും കൂടി മീൻ കുഞ്ഞുങ്ങളെ പിടിച്ച് കുപ്പിയിലാക്കുന്നതും, പിന്നെ അച്ഛൻ കഥ പറയുമ്പോൾ, ചിണ്ടൻ്റെ കഥ പറയുമ്പോൾ പിറ്റേന്ന് കുഞ്ഞുണ്ണി അത് പോയി ആ മീൻ കുഞ്ഞുങ്ങൾ ആറ്റിലേക്ക് തന്നെ ഒഴുക്കി വിടുന്നതൊക്കെ ആ കഥ നമ്മൾ പഠിച്ചു. അവിടെ എന്താണ്? മീൻ കുഞ്ഞുങ്ങളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കരുത് എന്ന് കുഞ്ഞുണ്ണിക്ക് മനസ്സിലായല്ലേ? അപ്പോൾ മനുഷ്യരും ഇതുപോലെ സ്വാതന്ത്ര്യം നിഷേധിച്ച് ജീവിക്കുന്നുണ്ടോ? ജീവികളുടെയും സ്വാതന്ത്ര്യ നിഷേധത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറയുന്നത് കേട്ടോ. നമുക്കൊന്ന് എഴുതി നോക്കാവേ. നോക്കൂ, സ്നേഹവും സ്വാതന്ത്ര്യവും ഓരോ ജീവൻ്റെയും മൗലികമായ ആവശ്യങ്ങളാണ്. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യരും ജീവജാലങ്ങളും പലപ്പോഴും ഈ 2 ഘടകങ്ങളും നിഷേധിക്കപ്പെട്ട് കഴിയുന്നുണ്ട്. സുരേന്ദ്രൻ കാടങ്കോടിൻ്റെ കുഞ്ഞുണ്ണിയുടെ മീൻകുഞ്ഞുങ്ങൾ എന്ന കഥ ഈ ചിന്തയ്ക്ക് വലിയ ആഴം നൽകുന്നു. കുഞ്ഞുണ്ണിയും അനസും കുളത്തിൽ നിന്ന് പിടിച്ച മീൻകുഞ്ഞുങ്ങൾക്ക് കുപ്പിയിൽ സുരക്ഷിതത്വവും ഭക്ഷണവും ലഭിച്ചേക്കാം. പക്ഷേ അവർക്ക് കടലും ആകാശവും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. കടൽ എന്നത് അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യത്തിൻ്റെയും ആകാശം എന്നത് ഉയരങ്ങളിലേക്ക് നോക്കാനുള്ള സ്വപ്നങ്ങളുടെയും പ്രതീകമാണ്. ഈ വലിയ ലോകങ്ങളെ ഒരു ചെറിയ കുപ്പിയിലേക്ക് ഒതുക്കുന്നത് സ്നേഹത്തിൻ്റെ പേരിലായാൽ പോലും അത് യഥാർത്ഥത്തിൽ ക്രൂരമായ ഒരു സ്വാതന്ത്ര്യ നിഷേധമാണ്. ചിണ്ടൻ നായയായി മാറിയപ്പോൾ അവൻ അനുഭവിച്ച വേദനകളിൽ പ്രധാനം സ്വാതന്ത്ര്യം നിഷേധിച്ചത് തന്നെയാവും. അവൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കാനും സ്കൂളിൽ പോകാനും ഒന്നും അവന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യനായി മാറിയപ്പോൾ ആദ്യം ചെയ്തത് അവൻ്റെ തത്തയെ തുറന്നു വിടലായിരുന്നു. പക്ഷികളെയും മൃഗങ്ങളെയും ഭംഗിക്കായി കൂട്ടിലിട്ട് വളർത്തുന്ന രീതി അങ്ങേയറ്റം ക്രൂരമാണ്. പറക്കാൻ ആകാശമുള്ള പക്ഷിക്ക് സ്വർണ്ണക്കൂട് നൽകുന്നത് സ്നേഹമല്ല, മറിച്ച് പീഡനമാണ്. സുരേന്ദ്രൻ കാടങ്കോട് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ സൗകര്യങ്ങൾ നൽകുന്നത് കൊണ്ട് മാത്രം സ്നേഹമാകില്ല. ഓരോ ജീവിക്കും അവരുടേതായ സ്വത്വവും സഞ്ചരിക്കാനുള്ള ഇടവുമുണ്ട്. മീൻകുഞ്ഞിനെ കിണറ്റിലിടുന്നത് അതിനെ സംരക്ഷിക്കാനാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ അത് ആ മീനിൻ്റെ ലോകത്തെ കൊട്ടിയടയ്ക്കലാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യവും. ഒരാളെ സ്നേഹിക്കുക എന്നാൽ അയാൾക്ക് വളരാനുള്ള ആകാശം കൂടി നൽകുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മക്കൾക്ക് എല്ലാവർക്കും ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്